വി ആർ അപ്രോച്ചിങ് ജാനുവരി എക്സാംസ് ആൻഡ് ഇഫ് നിങ്ങൾ ഇപ്പോഴും ഈ കൺഫ്യൂഷനിലാണ് ഉള്ളതെങ്കിൽ ഓർ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് ഈ പ്രോബ്ലം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒന്നുകൂടി ആ പ്രോബ്ലം ഒന്ന് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. എനിക്ക് റീസെൻ്റ്ലി വന്നൊരു വോയിസ് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. നമ്മൾ ടീച്ചേഴ്സ് എല്ലാം പറയും സിംഗിൾ ഗ്രൂപ്പിനെക്കാട്ടി കൂടുതൽ ചാൻസ് ഫോർത്ത് ഗ്രൂപ്പ് പഠിച്ചിട്ട് എഴുതുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ അറ്റംപ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ സിംഗിൾ ഗ്രൂപ്പ് ഫോക്കസ് ആക്കുകയാണെങ്കിൽ 100% പഠിക്കും വേണ്ടി വരും, അങ്ങനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ സാറിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതിനെ കുറിച്ച്? Now, whoever gave you that advice, I love that guy. അല്ലെങ്കിൽ I love that person. വീഡിയോ ലാസ്റ്റ് വരെ കേൾക്കാട്ടോ. ഞാൻ ഇങ്ങനെ തുടങ്ങാൻ കാരണം എന്താ, എന്നോട് ഒരുപാട് ഫാക്കൽറ്റി പറഞ്ഞിരുന്നു ബോത്ത് ഗ്രൂപ്പ് എഴുതണം എന്നുള്ളത്. ഓർ അവർ ഇത്രേ പറഞ്ഞിട്ടുള്ളായിരുന്നു, നമ്മൾ കോഴ്സിൽ ICAI ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ബോത്ത് എഴുതൂലേ, ബോത്ത് എഴുതണം എന്നുള്ളത് പറഞ്ഞ്. ആൻഡ് സംവേ ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ ഫാക്കൽറ്റി അങ്ങനെ പറഞ്ഞതല്ലേ, ബോത്ത് എന്തായാലും എഴുതി നോക്കുക. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും ഇൻ്റർമീഡിയറ്റ് ആയാലും ഫൈനൽ ആയാലും ബോത്ത് ഗ്രൂപ്പ് എഴുതി. അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ്റർമീഡിയറ്റും ഫൈനലും ബോത്ത് ഗ്രൂപ്പ് എന്നെ ക്ലിയർ ചെയ്തു. ഐ എം റിയലി താങ്ക്ഫുൾ ടു ദം. എക്സാം എഴുതുന്നതിന് മുന്നേ വരെ ഓർ ഈവൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നവരെ എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു ഞാൻ പൊട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ പാസ്സാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പേ കിട്ടുള്ളൂ എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് പോയിട്ട് എഴുതുന്നത്. നൗ കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ്, ഞാനും ഏതൊരു CA ബാച്ച് എടുക്കാൻ പോകുമ്പോഴും ഞാനും ഇതേ പറയാറുള്ളൂ, ബോത്ത് ഗ്രൂപ്പ് അല്ലാത്തൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കേ വേണ്ട, എന്തായാലും ബോത്ത് ഗ്രൂപ്പ് എഴുതണം. അത് ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ബാച്ച് പകുതി എത്തി അപ്പോഴും തന്നെ പറയുള്ളൂ, എക്സാമിന് ഇനി 1.5 മാസമേ ബാക്കിയുള്ളൂ, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കാനുള്ള ടൈമല്ല, ഇനി നിങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ടൈമാണ്. അവിടെ റൈറ്റ് ആൻസർ ഇല്ല, സിംഗിൾ ഗ്രൂപ്പ് ആണോ ബോത്ത് ഗ്രൂപ്പ് ആണോ എന്നുള്ളത്. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നിങ്ങൾ എങ്ങനെ ഈ ഡിസിഷനിലേക്ക് എത്തണം എന്നുള്ള പോയിന്റ്സ് ഞാൻ മെൻഷൻ ചെയ്തുതരാം. സി ഓർ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെയും ജസ്റ്റ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ആള് മെയിൽ എക്സാം എഴുതിയിട്ട് ഇതായിരുന്നു റിസൾട്ട്. കഴിഞ്ഞ മെയ് എക്സാം എഴുതി ബോത്ത് ഗ്രൂപ്പ് ഫെയിലായി. എന്നിട്ട് ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, 58 ദിവസമുണ്ട്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ എന്നുള്ളത്. നൗ ആൾ എൻ്റെ അണ്ടറിലുള്ള മെൻറ്റർഷിപ്പിലുള്ളതോ അല്ലെങ്കിൽ ആള് എത്ര ഡെയിലി പഠിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് ഒബ്സർവ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷൻ ഇല്ല. പ്യൂർലി മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നു, അഡ്വൈസ് ചോദിക്കുകയാണ് സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ എന്നുള്ളത്. ഐ ടോൾഡ് ഹിം ബോത്ത് ഗ്രൂപ്പ് എഴുതുക. കാരണം സിംഗിൾ ഗ്രൂപ്പ് എഴുതാൻ നിൽക്കുകയാണെങ്കിൽ 58 ദിവസം എന്തുണ്ടാക്കാനാ 3 സബ്ജക്റ്റിനായിട്ട്. പേപ്പേഴ്സ് ആർ സാറ്റിസ്ഫാക്ടറി, മാർക്സ് ആർ സാറ്റിസ്ഫാക്ടറി, എസ്പെഷ്യലി ഒരു പേപ്പർ 15 മേലെ. അതായത് ബോത്ത് ഗ്രൂപ്പ് എഴുതിയെങ്കിൽ പോലും എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ കാണുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിൽ ഇവിടെയും 50s ഉണ്ട്. ഇതൊക്കെ ഒരു ആവറേജ് നമുക്ക് പാസിലേക്ക് എത്തിക്കാനുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ബോത്ത് എഴുതാൻ പറഞ്ഞു, ബോത്ത് എഴുതി. സെപ്റ്റംബറിലെ റിസൾട്ട് തന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് 144, സെക്കൻഡ് ഗ്രൂപ്പ് 156. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് 300 മാർക്സിന് പാസ്. നൗ ലെറ്റ്സ് അസസ് വൺ ബൈ വൺ. ഓക്കെ, ബോത്ത് ഗ്രൂപ്പിന്റെ ബെനിഫിറ്റ് എന്താ? ഫസ്റ്റ് ബെനിഫിറ്റ് ക്യാരി ഫോർവേഡിന്റെ ബെനിഫിറ്റ് കിട്ടും. ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല. കോസ്റ്റിംഗിൽ 72 അടിച്ചിട്ടാണ് ഇവിടെ ക്യാരി ഫോർവേഡ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഇത് രണ്ടും 44, 40s ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഫൈൻ, ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ഐ മീൻ ആ ഇന്റർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ബെനിഫിറ്റ് എന്താ? നമ്മളെ കോഴ്സിലെ പല സബ്ജക്ട്സും ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് ചിലപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പഠിക്കാനുള്ളത് അപ്പുറത്ത് വേറെ പല ടോപ്പിക്കിലും പഠിക്കാനുണ്ടാവും. FM പഠിക്കാനുള്ളത് ഇവിടെ പഠിക്കാനുണ്ടാവും. ലോയിൽ പഠിക്കാനുള്ളത് ഓഡിറ്റിങ്ങിൽ പഠിക്കാനുണ്ടാവും. നമുക്ക് അവിടെ ക്ലാരിറ്റി കിട്ടാത്ത ഇവിടെ ക്ലാരിറ്റി കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടാവും. തേർഡ്, നമ്മൾ അത്ര എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. വി നോ നമുക്ക് ടൈം കുറവാണ്. സോ ദർ ഇസ് നോ ടൈം പാസിനോ ബാക്കി വേസ്റ്റേജിനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇനി യാതൊരു സ്കോപ്പും ഇല്ല. എഫക്റ്റീവായിട്ട് പഠിക്കും. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം, സി
ഇഫ് ലൈക്ക് ഐ സെഡ് നമുക്ക് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ നമുക്ക് ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡിസിഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളത്. ക്ലിയർലി നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത്, നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പിന് പോകണോ ബോ ഗ്രൂപ്പിന് പോകണോ എന്നുള്ള ഡിസിഷൻ ക്ലിയർലി ഡിവൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ ലെവൽ എവിടെ എത്തി, വെർ ആർ യു നൗ, ആൻഡ് ഇനി നിങ്ങൾക്ക് എത്ര ടൈം വേണം റിമൈനിങ് സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 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 എക്സാമ്പിൾ എടുക്കുക. ദാമു സ്റ്റുഡൻറ്റ്, നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഒരു ഗ്രൂപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഈ എൻറ്റയർ സെക്ടർ തന്നെ നമുക്ക് 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് അഡ്വൈസ് ആണ് പറയാനുള്ളത്. റിപ്പീറ്റേഴ്സിൻ്റെ കേസിൽ വേറെ അഡ്വൈസ് ആണ് പറയാനുള്ളത്. ആസ്യൂം ദാമു റിപ്പീറ്ററാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ സബ്ജക്ട്സ് എല്ലാം ഏകദേശം 40s റേഞ്ചിലാണ് മാർക്കുള്ളത് കഴിഞ്ഞ എക്സാമിൽ. അതിനുശേഷം ഇപ്പോൾ ആള് സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ എക്സാമിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കി 2 ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. ഞാനതിന് ഈ എക്സാമ്പിൾ തന്നെ എടുത്തത്. എനിക്ക് ഭൂരിഭാഗം വരുന്ന മെസ്സേജസും ഈ എക്സാമ്പിളിൻ്റെ ബേസിസിലാണ്. നൗ അസ്യൂമിങ് ദാമുവിന് ഇനി ജാനുവരി എക്സാമിലേക്ക് റിവിഷനുള്ള ടൈം വേണ്ടി വരും, പഠിക്കാത്ത സബ്ജക്ട്സിന് സ്റ്റഡീസിനുള്ള ടൈമും വേണ്ടി വരും. അപ്പോൾ റിമൈനിങ് ഡേയ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് 50 ഡേയ്സ് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ പ്രൊപ്പോർഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റഡീസിന് 10 ദിവസം കൊടുക്കുക, ഇത് സ്റ്റഡീസിന് 10 ദിവസം കൊടുക്കുക, ഇത് റിവിഷൻ 5, ഇത് ഓരോന്നും റിവിഷന് 5 ഡേയ്സ് വെച്ചിട്ട് കൊടുക്കുക. എത്രയായി? 30 ആയി, 20 ആയി, 50 ഡേയ്സ് ആയി. ഇതിൽ നിന്ന് അങ്ങോട്ടോ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഒരു സബ്ജക്റ്റ് നിങ്ങൾ കംഫർട്ടബിൾ ആണ്, അവിടുന്ന് കുറച്ച് ബോറോ ചെയ്ത് ഇങ്ങോട്ട് ഇടുക, ഇവിടുന്ന് ഈ സബ്ജക്റ്റ് കംഫർട്ടബിൾ ആണ് അങ്ങോട്ട് ഇടുക, വാട്ട് എവർ എന്തും ചെയ്യുക. ഏതായാലും നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇങ്ങനെയുള്ളത്. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആൻഡ് 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലുള്ള ഓരോ സബ്ജക്റ്റ് റിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഗോ ഫോർ ബോത്ത് ഗ്രൂപ്പ്. കമ്മിങ് ബാക്ക് ടു ആ വോയിസിൽ പറഞ്ഞ വേറൊരു ഫാക്ടർ, നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് ആ ഫാക്കൽറ്റി ആ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഈ കുട്ടി ആ മെസ്സേജ് ഗ്രാസ്പ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് നല്ല വൃത്തിക്ക് ചെയ്യണം, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ. വിച്ച് മീൻസ് ബോത്ത് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയും തട്ടിമുട്ടിയും കുറച്ച് കോംപ്രമൈസ് വന്നാലും കുഴപ്പമില്ല. എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻറ്റിന് ഒരു 100% സാറ്റിസ്ഫാക്ഷനിൽ ഒരു എക്സാം എഴുതുക എന്നുള്ളൊരു സിനാരിയോ നിയർ ടു ഇമ്പോസിബിൾ ആണ്. നമുക്ക് എപ്പോഴും തോന്നുക നമ്മൾ 2 തോണിയിൽ കാല് വെക്കണ പോലെ കാര്യം. ബോത്ത് എഴുതി കഴിഞ്ഞാൽ അവസാനം ഒന്നും കിട്ടാത്ത അവസ്ഥ മുങ്ങിപ്പോവും, ഒന്നിലേക്ക് ഫോക്കസ് ചെയ്താൽ എന്തായാലും കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തോട്ട് പ്രോസസ്സ് എന്തായാലും എപ്പോഴും അങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് സ്റ്റിൽ ഫൈൻ. അവിടെ നിങ്ങൾക്ക് മേ ബി യു ക്യാൻ ഗോ ബൈ ദി ഡിസിഷൻ ഓഫ് ഒരു ഗ്രൂപ്പ് നല്ല വൃത്തിക്ക് നോക്കുക, മറ്റേ ഗ്രൂപ്പ് എന്താ പറയുക, ഈ ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുക്കുന്നതിൻ്റെ ഒരു 50% ടൈം സെക്കൻഡ് ഗ്രൂപ്പിലെ സബ്ജക്ട്സിന് കൊടുത്താൽ മതി എന്നുള്ള ഒരു പാറ്റേണിനും പിടിക്കുക. ബട്ട് മേക്ക് ഷുവർ ഒരു ഗ്രൂപ്പ് നിങ്ങളത് പക്കയാണ്, വൃത്തിക്കാണെന്നുള്ളത്. നോട്ട് ലൈക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലെ അക്കൗണ്ട്സും സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റിങ്ങും ഞാൻ നോക്കുന്നുണ്ട്, വൃത്തിക്ക് നോക്കുന്നുണ്ട്, എന്നിട്ട് എന്തോ ലക്കം ഉണ്ടാക്കാനാടാ 2 സ്പ്രെഡായി കിടക്കുന്ന ഗ്രൂപ്പിലുള്ള സബ്ജക്ട്സ്. റാൻഡം ആയിട്ടുള്ള 2 ഗ്രൂപ്പിലെ സബ്ജക്ട്സിൽ എക്സംഷൻ അടിക്കുക എന്നുള്ളത് 2 സബ്ജക്റ്റിൽ എക്സംഷൻ അടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് CA എക്സാംസിൽ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ. ബിക്കോസ് ദ ലെവൽ ഓഫ് knowledge that you need for exception, അത് എക്സെപ്ഷണൽ ആണ്. ആൻഡ് യു നെവർ നോ, ആ അറ്റംപ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ അത്രയും എക്സ്പെർട്ടീസ് ഇട്ട് ആ പേപ്പറൊക്കെ ICA ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തരാം. CA എക്സാംസ് ചിലപ്പോൾ നമ്മൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സബ്ജക്റ്റ് ഭയങ്കര എളുപ്പമായിട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെർട്ടീസിൽ പഠിച്ച സാധനം നല്ല ടെക്നിക്കൽ ആയിട്ടുണ്ടാവും. വി കൻ നെവർ എക്സ്പെക്ട് എനിത്തിങ് ഔട്ട് ഓഫ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 50+ സംതിങ്, 57, 58. ദാറ്റ് ഡസൻറ്റ് മീൻ ഈ പ്രാവശ്യം നിങ്ങൾ അക്കൗണ്ട്സിന് എന്താ പറയുക, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അത്ര കിട്ടിയതല്ലേ ഈ പ്രാവശ്യം നോക്കണ്ട. ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ദർ ആർ ലോട്ട് ഓഫ് കേസസ് വേർ പഠിക്കാതെ എഴുതിയിട്ട് മാർക്ക് കിട്ടിയ കേസിൽ എന്നിട്ട് പിന്നെ അടുത്ത അറ്റംപ്റ്റ് പഠിച്ചിട്ട് എഴുതിയിട്ട് അത്ര മാർക്ക് കിട്ടാത്ത കേസുണ്ട്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ക്രൈറ്റീരിയ റൂളിൽ പെട്ടതാണ്. ഇതേ സംഭവം നമ്മൾ ദാമു ഒറ്റ ഗ്രൂപ്പിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് പെർ സബ്ജക്ട് 10 ഡേയ്സ് സ്റ്റഡീസിനും പെർ സബ്ജക്ട് 5 ഡേയ്സ് റിവിഷനും കിട്ടും. ഇവിടെ 30 ഡേയ്സ് സ്റ്റഡീസിനും 15 ഡേയ്സ് അറൌണ്ട് 45 ഡേയ്സ്, മോർ ദൻ 45 ഡേയ്സ് ഉണ്ട് നമുക്ക് ഇനി അവൈലബിൾ റിസോഴ്സസ്. ഇങ്ങനെ കിട്ടും. ഞാനതിന് മുന്നത്തെ സ്ട്രാറ്റജി വീഡിയോയിലൊക്കെ ക്ലിയർലി ചെയ്തിട്ടുള്ള പോയിന്റ് അത്, നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആ ഡേയ്സ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുക.
ഇതിൽ നമ്മൾ എക്സാമിന്റെ ഇടയിലുള്ള 1 day ലീവ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് എടുത്തിട്ടേ ഇല്ല. ആ റിവിഷൻ അവിടെ വേറെ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഡിഫറെന്റ്. ഇവിടെ ഒരു റൗണ്ട് സ്റ്റഡീസ്, ഒരു റൗണ്ട് റിവിഷൻ, അങ്ങനെ. ഇഫ് യു ആർ ഗോയിങ് ടു സിംഗിൾ ഗ്രൂപ്പ്, ദാമു ഒറ്റ ഗ്രൂപ്പ് എഴുതാൻ പോവുകയാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ ആ മിസ്റ്റേക്സ് ആയിട്ടാണ് ഈ പ്രാവശ്യം എക്സാം ഹോളിലേക്ക് പോണത്, അങ്ങനെയല്ല പോണത് എന്ന് ഉറപ്പ് വരുത്തുക. സെലക്റ്റീവ് സ്റ്റഡി ഞാൻ ലോയിൽ ഞാൻ ജനറൽ ക്ലാസ് ഇന്റർപ്രിട്ടേഷൻ സ്കിപ്പ് ചെയ്തിരുന്നു, എനിക്കത് ഇഷ്ടമല്ല. എടാ നിങ്ങളെ ഇഷ്ടം ആരും നോക്കിയിട്ടില്ല, ICA നോക്കണില്ല, പാസ്സായി കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഏതാ ഇഷ്ടമല്ലാത്തത്, സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ദർ ഇസ് നോ കോംപ്രമൈസ് ഇൻ ദാറ്റ്. സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ള പരിപാടിയില്ല. പക്കയായിട്ട് എവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാനുള്ള എന്തെങ്കിലും നോളജ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ പോവുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ നമുക്ക്. തിയറി പേപ്പേഴ്സിൽ വീക്ക് ആണെങ്കിൽ, സിംഗിൾ ഗ്രൂപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് തിയറി പേപ്പേഴ്സിൽ വീക്ക് ആണെങ്കിൽ എഴുതിയിട്ട് തന്നെ പോകാന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് എഴുതുക എന്ന് പറഞ്ഞാൽ ICAന്റെ ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ നോക്കിയിട്ട് അങ്ങനെ എഴുതുക, അതല്ല ഉദ്ദേശിക്കുന്നത്. ICAയുടെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ നിങ്ങൾ സ്വയം എഴുതുക, എന്നിട്ട് അത് ICA തന്ന ആൻസറുമായിട്ട് മാച്ച് ആക്കാൻ നോക്കുക. അവിടെ ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ സീക്ക് ഹെൽപ്പ് ഫ്രം യുവർ ഫ്രണ്ട്സ്, സീക്ക് ഹെൽപ്പ് ഫ്രം യുവർ ഫാക്കൽറ്റി, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ബൈ ദ ടൈം ജനുവരി എക്സാം ആകുമ്പോഴേക്കും നമ്മൾ വരുത്താനുള്ള മാക്സിമം മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ എവിടേക്കാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് അത് ഹൈലൈറ്റ് ചെയ്തിടുക, പേജ് മടക്കി വെക്കുക, ഹൈലൈറ്റ് ചെയ്തിടുക. സോ ദാറ്റ് റിവിഷൻ്റെ ടൈമിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയ ഏരിയ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതേ മിസ്റ്റേക്ക് നമ്മൾ എക്സാം ഹാളിൽ വരുത്തൂല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. This was my advice for repeaters. For freshers, criteria remains the same. Available resources വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ വൈ ഡിഡ് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്കൽറ്റി എൻ്റെ സ്റ്റുഡൻ്റ് മെസ്സേജ് അയച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്, ഓർ വൈ ഞാൻ ഇങ്ങനെ പറയണത്, ബിക്കോസ് നമുക്ക് ഒരിക്കലും ഒരു ലൈക്ക് ഐ സെഡ് 100% സാറ്റിസ്ഫാക്ഷൻ എക്സാം ഹോളിൽ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഐ നെവർ ട്രസ്റ്റഡ് മൈ സെൽഫ്. എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ ടീച്ചേഴ്സിന് അതുണ്ടായിരുന്നു. പലരും മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനിലെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാണ്. ഞാൻ വിചാരിക്കാണ്ട് ഒരു എന്ത് കണ്ടിട്ടാണ് അത് പറയണമെന്നുള്ളത്. കാരണം ഞാൻ പഠിക്കുന്നത് അവർ കാണുന്നില്ലല്ലോ. ദാറ്റ് ഇസ് അബൌട്ട് ഒരു മേ ബി ഒരു പേഴ്സൻ്റെ അപ്രോച്ചിൽ എനിക്ക് ചിലപ്പോൾ ഈ ഒരു വൈബ് കിട്ടാറുണ്ട്. ചില സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വി നോ ഈ പേഴ്സൺ പാസ്സാണെന്നുള്ളത്. ദാറ്റ് ഇസ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് എനിക്ക് ചിലപ്പോൾ അവരെ ലോ മാത്രമേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ക്ലാസ്സിൽ എങ്ങനെ പെർഫോം ചെയ്യണം. ബട്ട് ഐ എം ഓവറോൾ ജഡ്ജിങ് ഓൺ ദി ബേസിസ് ഓഫ് അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം ഒരു പ്രോബ്ലത്തിന്, മൈൻഡ് സെറ്റ് എന്താണ്, പെർസ്പെക്റ്റീവ് എന്താണ്, പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ടെൻഷൻ അടിക്കാതെ സംഭവം എഴുതാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ എന്നുള്ള ബേസിസിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നമ്മൾ അളക്കുകയാണ്. സോ ഇഫ് യു ആർ സ്റ്റിൽ ലൈക്ക് ഓക്കെ ഞങ്ങളെ സ്റ്റഡീസ് ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ, യെസ് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, യെസ് ചിലപ്പോൾ ചില അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയി പോയിട്ടുണ്ട്, വാട്ട് എവർ, നിങ്ങൾ അത്യാവശ്യം വൃത്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. 1-2 സബ്ജക്റ്റ് നിങ്ങൾക്ക് അവിടെ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. Go for both if your resource allow it, or you can at least proceed with both. Like I said, ഒരു ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ആൻഡ് ദെൻ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റോ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യു ഫീൽ ഇപ്പോഴും നിങ്ങൾക്ക് അത് ഒരു സ്കോപ്പ് കാണുന്നില്ല തോന്നുകയാണെങ്കിൽ അറ്റ് ദാറ്റ് മൊമെന്റ് ഓൾസോ യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു സിംഗിൾ ഗ്രൂപ്പ്. കുഴപ്പമില്ല. അതല്ല ഈ റേഞ്ചിലൊന്നും നിൽക്കുന്നില്ല, ഈ പറഞ്ഞ ഡേയ്സ് ഒന്നും നിങ്ങൾക്ക് സഫീഷ്യൻ്റ് അല്ല. ഈ ഡേയ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ഐ സെഡ് നമ്മൾ ദാമുവിൻ്റെ എക്സാമ്പിൾ എടുത്തത് ആളെ സബ്ജക്റ്റിൻ്റെ എക്സ്പെർട്ടീസ് കാര്യങ്ങൾ ഇവിടെ കിടക്കണതെല്ലാം കൺസിഡർ ചെയ്തിട്ടാട്ടോ. നിങ്ങൾ ആ ലെവലിലൊന്നും അല്ല നിൽക്കണം. നിങ്ങൾക്ക് അതിനേക്കാൾ കുറവാണ് തോന്നുകയാണെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ് സിംഗിൾ ഗ്രൂപ്പ്? ഒരുപാടുണ്ടോ. ഇപ്പോൾ എസ്പെഷ്യലി അറ്റംപ്റ്റ് 3 ഒരു വർഷത്തിൽ 3 അറ്റംപ്റ്റ് ഉണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ ഒരു ജാനുവരിയിൽ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയാൽ ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും റിസൾട്ട് വന്ന് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും അടുത്ത എക്സാമാണ്. ഓരോ എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. ഒരു ബോത്ത് ഗ്രൂപ്പ് എഴുതിയ ഒരാൾക്ക് റിസൾട്ട് വരുന്ന വരെ ഒരു ഗ്രൂപ്പും പഠിക്കാൻ തോന്നൂല. ഡബിൾ മൈൻഡ് ഡയലമേലാണ് നിൽക്കുന്നത്. പാസ്സാവോ ഫെയിലാവോ, പഠിക്കുകയാണെങ്കിൽ എന്ത് പഠിക്കണം, ഫസ്റ്റ് ഗ്രൂപ്പിൽ ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ നിൽക്കുമ്പോഴേക്കും അപ്പോൾ ടെൻഷൻ അടിക്കും, വേണ്ട മറ്റേത് പഠിക്കുക എന്നുള്ളത്. നേരെ വെച്ചൊരു സിംഗിൾ ഗ്രൂപ്പ് എഴുതിയ ഒരാൾക്ക് പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ട്, എന്തായാലും ഇപ്പോൾ മറ്റേ ഗ്രൂപ്പ് അവിടെ എഴുതാനുണ്ട്. ഒരു മേ ബി ഒരു 1 വീക്ക് ഒക്കെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ കം ബാക്ക് ടു സ്റ്റഡീസ്, യു ക്യാൻ ക്ലിയർ. ബൈ ദ ടൈം മെയ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ 2 ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഐ സെഡ് അവിടെ പിന്നെ ഒരു എക്സ്ക്യൂസും ഇല്ലാത്ത രീതിയിലാണ്. ഒറ്റ ഗ്രൂപ്പ് എഴുതണമെങ്കിൽ പിന്നെ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല, സെലക്റ്റീവ് സ്റ്റഡി ഒരു പരിപാടിയില്ല, ആ രീതിയിലാണ്. പ്ലസ് ഓരോ അറ്റംപ്റ്റ് കഴിയുന്തോറും നമുക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ലെറ്റ്സ് സേ അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെ എന്നുള്ള പോയിന്റ് അല്ല, ഏത് പാരൻസ് ആണെങ്കിലും കൺസേൺ ഉണ്ടാവും. ഇത് കുറേ ആയാലും എൻ്റെ മോൻ ഇങ്ങനെ അറ്റംപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കണ്,
ആൻഡ് യു വുഡ് ഓൾസോ ഫീൽ ലൈക്ക് ഇത്രയും എത്തിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല, അത് എഴുതും വേണം, നമുക്കും സബ്ജക്ട്സിനോടൊരു ചടപ്പും കാര്യങ്ങളെല്ലാം വരും. സോ ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ്. ഇതിൽ എത്രമാത്രം ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് സെറ്റുമായിട്ടും നിങ്ങളെ സിറ്റുവേഷനുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ബേസിസിൽ ഐ വുഡ് അഡ്വൈസ്, ഐ വുഡ് വിഷ്, സിൻസിയർലി വിഷ് നിങ്ങൾ നല്ലൊരു ഡിസിഷനിലെത്താൻ പറ്റട്ടെ. ആൻഡ് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ലീവ് മി എ മെസ്സേജ്. ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി എൻ്റെ സൈഡിൽ നിന്ന് ഗൈഡ് ചെയ്യാൻ നോക്കാം. വിത്ത് ഓൾ ദാറ്റ് ബീങ് സെഡ്, നമ്മൾ ലോ എന്നുള്ള പേപ്പറിൽ നമ്മളൊരു ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻ യെറ്റ്, ജോയിൻ ചെയ്യുക. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി CA ഇൻ്റർമീഡിയറ്റിൻ്റെ ലോ പേപ്പറിൻ്റെ ഒരു ഇൻറ്റൻസീവ് ക്രാഷ് റെക്കോർഡിങ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. വെർബൈ 16 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ലോ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. നിങ്ങൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നിങ്ങൾ എയിമെങ്കിൽ മേ ബി നിങ്ങൾ അത് ദിസ് ഇസ് നോട്ട് ഫോർ യു. ഇഫ് യു ആർ ലൈക്ക് നിങ്ങൾ വീക്കാണ് കോൺസെപ്റ്റിൽ, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാന്നുള്ള പ്ലാൻ ചെയ്ത് നിൽക്കായിരുന്നു, ഓർ എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യണം, കുറച്ച് ടൈമായി പഠിച്ചിട്ട് 16 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ലോ, കോർപ്പറേറ്റ് ലോ, അതർ ലോ ഫുള്ള് നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് തരുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.